ആവശ്യമെങ്കിൽ നിങ്ങളെ പോലീസ് അറസ്റ്റ് റെക്കോർഡ് ചെയ്യുന്നതിന് മുമ്പ് തടവിൽ വെക്കുന്നത് ഒഫൻസ് അല്ല. ജസ്റ്റിസ് കൗസർ എടപ്പാളത്തിൻ്റെ സുപ്രധാനമായ ഒരു നിരീക്ഷണം വന്നിട്ടുണ്ട്. കേരള ഹൈക്കോടതിയിലെ നിരീക്ഷണമാണ്. അദ്ദേഹം രണ്ട് കാര്യങ്ങൾ പറഞ്ഞത്. ഒന്ന്, NDPS നിയമം, ലഹരി പദാർത്ഥത്തിന് നമുക്കറിയാമല്ലോ, NDPS ആക്ട്, നാർക്കോട്ടിക് ഡ്രഗ്സ് ആൻഡ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസ് ആക്ട് പ്രകാരം ഒരാളുടെ കയ്യിൽ നിന്ന് കുറേ ഡ്രഗ്സ് പിടിച്ചിട്ടുണ്ടെങ്കിൽ ആളെ നോട്ടീസ് അല്ലെങ്കിൽ ആളെ നമ്മൾ നിരീക്ഷണത്തിൽ വെക്കാം. അതിനുശേഷം അത് എവിടെ നിന്ന് കിട്ടി, എങ്ങനെ കിട്ടി, അത് വേറെ അതിൻ്റെ ബാക്കി ഇയാളുടെ കൈവശമുണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കി അത് ഇയാളുടെ തന്നെയാണോ, അങ്ങനെയൊക്കെ അന്വേഷണം അങ്ങോട്ട് നടക്കുമ്പം അറസ്റ്റ് റെക്കോർഡ് ചെയ്യാൻ കഴിയില്ല. പ്രിമച്ചറാണത്. അറസ്റ്റ് റെക്കോർഡ് ചെയ്യുന്നെങ്കിൽ അതേപ്പറ്റി ഇയാളുടെ ഇൻവോൾവ്മെൻറ്റ്, അയാളുടെ കൈവശം എങ്ങനെ വന്നു, എങ്ങനെയുള്ള കാര്യങ്ങളെപ്പറ്റി ഒരു പ്രിലിമിനറി എൻക്വയറി നടത്തിയ ശേഷം മാത്രമേ അയാളെ അറസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകാനൊക്കെ ഉള്ളൂ. അതുതന്നെയാണ് അദ്ദേഹം പറഞ്ഞത്. NDPS ആക്ടിനകത്ത് ചിലപ്പം അവരെ അറസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് അവിടെ പോലീസ് സ്റ്റേഷനിലോ അല്ല അവർക്ക് തടവിലൊന്നും ഇടുങ്ങുന്നില്ല, അവിടെ പോലീസ് സ്റ്റേഷനിലകത്ത് അവരെ വെളിയിൽ വിടാതെയൊക്കെ നിർത്തും. കാരണം കാര്യങ്ങൾ മനസ്സിലാകണം SHOയ്ക്ക്, എങ്കിൽ മാത്രമേ അയാളെ അറസ്റ്റ് റെക്കോർഡ് ചെയ്യുള്ളൂ. അയാൾ ആരെങ്കിലും ചതിച്ചെന്നുള്ളൊരു വാദഗതി ഉണ്ടോ, അങ്ങനെയാകുമ്പോൾ നമ്മൾ ചാടിക്കയറി അറസ്റ്റ് ചെയ്യാൻ പാടില്ലല്ലോ. പൊസഷൻ ഉണ്ട്, പക്ഷേ അത് അയാളെ ചതിച്ചാണ് അങ്ങനെ ആക്കിയത്, ഇയാൾക്ക് അറിവില്ല, അങ്ങനെയൊക്കെ പലരും പറയും. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ഒന്ന് വെരിഫൈ ചെയ്യാൻ ചിലപ്പോൾ 1 ദിവസം 2 ദിവസം എടുത്തെന്ന് വരും. അങ്ങനെ തടങ്കിൽ അയാളെ വിടാതെ പോലീസ് സ്റ്റേഷൻ അവിടെ തന്നെ സൂക്ഷിക്കും. അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ അത് ഒരു അറസ്റ്റ്, അന്ന് ഇയാളെ കസ്റ്റഡി എടുത്തപ്പം മുതൽ അറസ്റ്റ് അല്ല എന്ന് NDPS ആക്ടിനകത്ത് കൃത്യമായി എടുത്ത് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അത് 100% കറക്റ്റാണ്. കാരണം അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ ഒരു നിരപരാധി NDPS ആക്ടിനകത്ത് കുടുങ്ങാതിരിക്കാനും, അങ്ങനെ ഒരു അപരാധിയാണ് കുടുങ്ങുന്നെങ്കിൽ 20 വർഷം വരെ തടവ് പോകുന്നതാണ്. അപ്പോൾ അങ്ങനെയുള്ള സന്ദർഭത്തിൽ പോലീസ് കുറച്ച് കോഷ്യസ് ആയിരിക്കണം, സൂക്ഷിക്കണം. അതുകൊണ്ട് ചാടിക്കയറി പോലീസ് അറസ്റ്റ് ചെയ്യില്ല, ചിലപ്പോൾ 1-2 ദിവസം താമസിച്ചെന്ന് വരാം. ചിലപ്പോൾ ചില കേസിനകത്ത് പോലീസ് അവർക്ക് നോട്ടീസ് കൊടുത്ത് അന്നേരം വന്ന് ചോദ്യം ചെയ്തിട്ട് വിടും, വീണ്ടും അടുത്ത ദിവസം വരാൻ പറയും. ചിലപ്പോൾ ഒരാഴ്ച അങ്ങനെ വന്നു പോകും. വരുന്ന സന്ദർഭത്തിൽ രാവിലെ മുതൽ വൈകിട്ട് വരെ പോലീസ് സ്റ്റേഷനിലൊക്കെ നിൽക്കേണ്ടി വരും. ചിലപ്പോൾ 2 ദിവസമൊക്കെ അടുപ്പിച്ച് അവിടെ നിൽക്കേണ്ടി വരും. അതൊരു അറസ്റ്റല്ല. അത് NDPS ആക്ടിനകത്ത് അങ്ങനെ ചില സന്ദർഭങ്ങളുണ്ടാകുന്നത്. അതുകൊണ്ട് അത് ആവശ്യമെങ്കിൽ അറസ്റ്റ് ഇല്ലാതെ നിങ്ങളെ പോലീസ് സ്റ്റേഷനിലും അങ്ങനെയുള്ള സ്ഥലത്ത് നിങ്ങളെ സൂക്ഷിക്കാം. അതുപോലെ തന്നെ കള്ളപ്പണം വെളുപ്പിക്കൽ തടയൽ നിയമം, അത് നമുക്കറിയാം. PMLA 2002 പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിങ് ആക്ട്, അതിനകത്ത് ഈ പ്രശ്നങ്ങളുണ്ട്. ഇപ്പം ഇഡിയുടെ തന്നെ ഇപ്പോൾ അറിയാമല്ലോ നമുക്ക്, മെസ്സിയുടെ കാര്യത്തിൽ അറസ്റ്റിലേക്കൊന്നും അവർ ചാടിക്കേറിപ്പോയില്ല. കാരണം ആ പണത്തിൻ്റെ സോഴ്സ് അറിയണം, അത് എവിടുന്ന് വന്നു, അത് ബ്ലാക്കാണോ അത് വൈറ്റാണോ, ആ ധനകാര്യ സ്ഥാപനം ലീഗലൈസ്ഡാണോ, എങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വെരിഫൈ ചെയ്യാൻ ചിലപ്പോൾ ആഴ്ചകളോളം എടുക്കും. അപ്പോൾ ചാടിക്കേറി അറസ്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ PMLA 2002 നിയമത്തിൻ്റെ പരിധിയിലുള്ളവരും അതുപോലെ തന്നെ ഈ NDPS ഡ്രഗ്സ് കേസിലൊക്കെ അവരെ കുറേ ദിവസങ്ങൾ ഒബ്സർവ് ചെയ്യുക അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ നിർത്തുകയൊക്കെ ചെയ്യേണ്ടി വരും. അത് ഒരു തടങ്കലല്ല. അങ്ങനെയുള്ള കാര്യങ്ങൾ അത് തടങ്കലിലാണ് എന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും ആ കോടതിയിൽ ഹാജരാക്കുന്ന സമയത്ത് അവിടുത്തെ മജിസ്ട്രേറ്റ് നോക്കേണ്ട കാര്യങ്ങളാണ്. അവിടെ പറയാം. അറസ്റ്റ് റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ 24 മണിക്കൂർ കൂടുതൽ വയ്ക്കാൻ കഴിയില്ല അവർക്ക്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ലോവർ കോടതിയിലുള്ള മജിസ്ട്രേറ്റാണ് അങ്ങനെയുള്ള നോക്കുന്നത്. അപ്പോൾ മജിസ്ട്രേറ്റ് കോടതിയിൽ അത് നിങ്ങൾക്ക് പരാതിപ്പെടാം, മജിസ്ട്രേറ്റ് അത് വാച്ച് ചെയ്യും. കാരണം അറസ്റ്റിന് മുമ്പ് കുറേ സമയം ഇങ്ങനെയുള്ള കാര്യങ്ങൾ വെരിഫൈ ചെയ്യാനാണോ അവിടെ നിർത്തിയെന്നുള്ള മജിസ്ട്രേറ്റ് നോക്കിക്കോളും. പക്ഷേ റെക്കോർഡ് ചെയ്തതിന് ശേഷം 24 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ടോ ഇല്ലയെന്ന് മാത്രമേ മജിസ്ട്രേറ്റ് നോക്കുകയുള്ളൂ. ബാക്കിയുള്ള കാര്യങ്ങളിൽ അത് എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞാൽ പോലീസ് പറയുന്നതിന് കാര്യമുണ്ട് എന്ന് മജിസ്ട്രേറ്റിന് അറിയാം. നിയമലംഘനം ഉണ്ടായിട്ടുണ്ടെങ്കിൽ പ്രതിയെ വിട്ടയക്കേണ്ട ചുമതല, അറസ്റ്റിൽ എന്തെങ്കിലും നിയമലംഘനം ഉണ്ടായിട്ടുള്ള ചുമതല മജിസ്ട്രേറ്റിന് തന്നെയാണ്. നമ്മളിപ്പോൾ ഇവിടെ കണ്ടല്ലോ ഒരു കേസിന്, ഡോക്ടർ റാമിൻ്റെ കാര്യത്തിൽ അത് 3 മാസം അദ്ദേഹം ഒളിവിൽ പോയ ശേഷവും അദ്ദേഹത്തിനെ SC/ST കോടതിയിൽ ഹാജരാക്കിയപ്പം ജഡ്ജ് ആ അറസ്റ്റ് ലീഗലൈസ് ആയിരുന്നില്ല, അതുകൊണ്ട് ജഡ്ജ് ഇറങ്ങി പൊക്കോളാൻ പറഞ്ഞു. അത് വലിയ വാർത്തയായി. കാരണം ഒരാളെ അറസ്റ്റ് ചെയ്ത് റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞാൽ അയാളെ ആ അറസ്റ്റ് ചെയ്യുന്ന സന്ദർഭത്തിൽ അയാളുടെ ബന്ധുക്കളോ ആരെങ്കിലും അദ്ദേഹത്തിൻ്റെ അടുപ്പക്കാരാരെങ്കിലും നമ്മളെ അറിയിക്കണം, ഇങ്ങനെ ഒരാളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ അടുത്ത് അറസ്റ്റ് ചെയ്യുന്ന ആളുടെ പേര് പറയണം, അയാളുടെ റാങ്ക് പറയണം, അറസ്റ്റ് ചെയ്യുന്ന സന്ദർഭത്തിൽ ഇന്ന കാര്യത്തിനാണ് നിങ്ങളെ അറസ്റ്റ് ചെയ്തിരിക്കുന്നതെന്ന് പറയണം. ഇതെല്ലാം അറ്റസ്റ്റ് ചെയ്യണം. ഇതെല്ലാം നമ്മൾ
അദ്ദേഹത്തിൻ്റെ ഒരു വിറ്റ്നസ് അല്ല അദ്ദേഹത്തിന് പരിചയമുള്ള ഒരാളെ വിളിച്ചു വരുത്തി അവരുടെ സാന്നിധ്യത്തിൽ ഈ ചോദ്യങ്ങളൊക്കെ ചോദിച്ചിട്ട് അവരെ കൊണ്ട് അത് അറസ്റ്റ് റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് അറസ്റ്റ് അറ്റസ്റ്റ് ചെയ്യണം. അതാണ് നിയമപരമായിട്ട് ചെയ്യേണ്ടത്. പക്ഷേ പല പോലീസ് ഉദ്യോഗസ്ഥന്മാരും അത് അനുവർത്തിക്കത്തില്ല, അത് ചെയ്യത്തില്ല. അങ്ങനെയാണ് ഈ റാമിൻ്റെ കേസിലും അങ്ങനെ തന്നെ വന്നു. ഏതായാലും ആ DYSP ഇപ്പം സസ്പെൻഡ് ചെയ്യുകയും ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. ഏതായാലും ആ കോടതിയിൽ നിന്ന് ജഡ്ജിന് മനസ്സിലായി, അവരെ റാമിൻ്റെ അഡ്വക്കേറ്റ് പറഞ്ഞു അറസ്റ്റ് അത് നിയമപരമായ ഒരു അറസ്റ്റല്ല, അത് അറ്റസ്റ്റ് ചെയ്തിട്ടില്ല, അയാളെ ആരാണ് അറസ്റ്റ് ചെയ്യുന്നത് പറഞ്ഞിട്ടില്ല. അങ്ങനെയെല്ലാം ആ ഒബ്സർവേഷനിൽ അത് കൃത്യമായിട്ട് കോടതി നോക്കിയപ്പോഴാണ് അറസ്റ്റ് റെക്കോർഡിക്കലായിട്ട് ശരിയല്ല, ഇല്ലീഗൽ ഒരു അറസ്റ്റാണ്, ഇറങ്ങിപ്പോക്കോളാൻ പറയുന്നത്. അയാളെ റിമാൻഡ് ആപ്ലിക്കേഷൻ സഹിതം കോടതിയിൽ ഹാജരാക്കി കുറേ ദിവസത്തേന് സബ് ജയിലിൽ ഇടേണ്ട ആളാണ്. പക്ഷേ കോടതി അത് അനുവദിച്ചില്ല, തെറ്റായ ഒരു അറസ്റ്റ്. അതുപോലെ തന്നെയാണ് ഇവിടെയും ഈ റിമാൻഡ് ഓർഡറിൽ നിന്നും അതിൽ എന്തെങ്കിലും അറസ്റ്റ് റെക്കോർഡ് സമയം എഴുതി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് കോടതി ചെന്ന് കഴിയുമ്പോൾ ആ 24 മണിക്കൂർ കൂടുതൽ വെച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന് നോക്കുന്നത് അത് ആ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി തന്നെയായിരിക്കും. ഇപ്പം ഹൈക്കോടതി പരിശോധിച്ചത് അവിടെ ജസ്റ്റിസ് കൗസർ എടപ്പാളത്തിൻ്റെ ബെഞ്ചിൽ 5 പേര് 6 പേരോളം ജാമ്യത്തിന് വന്നു. അതിൽ ഒരാൾ കൊലപാതക കേസിൽ പ്രതിയായി മലപ്പുറം സ്വദേശി മുജീബ് റഹ്മാനാണ്. അദ്ദേഹത്തിൻ്റെ റിമാൻഡ് ആപ്ലിക്കേഷനിൽ അറസ്റ്റ് പറയുന്നതും അതിന് അറസ്റ്റിന് മുമ്പുള്ള കാര്യങ്ങളൊക്കെ പറ്റി പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് മജിസ്ട്രേറ്റ് റിമാൻഡ് ഓർഡറിൽ നിയമം പഠിച്ചിട്ടുണ്ടോ എന്ന് മജിസ്ട്രേറ്റ് വ്യക്തമാക്കണം എന്നൊക്കെയാണ് അവർ ഹൈക്കോടതിയിലൊക്കെ പറഞ്ഞെന്ന് പറയുന്നത്. എന്തായാലും കൊലപാതക കേസിൽ പ്രതിയായ അദ്ദേഹത്തിൻ്റെ അറസ്റ്റ് ഇല്ലീഗൽ അറസ്റ്റ് നടത്തി എന്ന് പറയുന്നുണ്ട്. ലഹരി മരുന്ന് കേസിൽ പ്രതിയായ മൂവാറ്റുപുഴക്കാരൻ അരുൺ കെ തോമസ് എന്നയാളും അതുപോലെ തന്നെ VA സർഫാസ് മുഹമ്മദ് കണ്ണൂരുകാരനും മലപ്പുറം സ്വദേശി മറ്റൊരു സർഫസും കോഴിക്കോട് സ്വദേശി PK അഷിൽ എന്നിവരുടെ ജാമ്യം പരിഗണിക്കുന്ന സമയത്താണ് ഇവരെല്ലാവരും ക്ലെയിം ചെയ്തത് നിയമവിരുദ്ധമായി ഇവരെ കസ്റ്റഡിയിൽ വെച്ചു എന്നാണ്. ഏതായാലും ഹൈക്കോടതി അവരുടെ വാദഗതികളെ എല്ലാം നിരീക്ഷിച്ചു എങ്കിൽ തന്നെയും അതിന് കഴമ്പില്ല എന്ന് കണ്ട് അത് തള്ളി. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കൃത്യമായി അദ്ദേഹം ജസ്റ്റിസ് കൗസർ എടപ്പാളത്ത് പറഞ്ഞു, ചില സന്ദർഭത്തിൽ ആവശ്യമെങ്കിൽ അറസ്റ്റ് ഇല്ലാതെയും നിങ്ങളെ ചില ആക്ടിൻ്റെ പരിധിയിൽ വരുന്നവരെ തടവിൽ വയ്ക്കാം. അതൊരു ഇല്ലീഗൽ അറസ്റ്റല്ല, അത് അവർക്കും ഗുണം ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. അത് അറസ്റ്റിന് മുമ്പ് കാര്യങ്ങൾ വെരിഫൈ ചെയ്യാൻ ചില സമയത്ത് 1-2 ദിവസമൊക്കെ തടവിൽ വെക്കുന്നത് ഇല്ലീഗൽ ഡീറ്റൻഷൻ അല്ല എന്ന് തന്നെയാണ്. അത് നിയമം അനുവദിക്കുന്നുണ്ട്, അതനുസരിച്ചാണ് പോലീസ് ഉദ്യോഗസ്ഥർ ചെയ്യുന്നത്. അല്ലാതെ അങ്ങനെ ഒരാളെ സെല്ലിനകത്ത് 2-3 ദിവസം ഇടുകയല്ല. അവർക്കവിടെ പോലീസ് സ്റ്റേഷനകത്ത് മൂവ് ചെയ്യാം, നടക്കാം, പിടിക്കാം, പക്ഷേ വെളിയിലോട്ട് ഇറങ്ങാതിരിക്കും. ഈ വെരിഫിക്കേഷൻ കഴിഞ്ഞ് മാത്രമേ അവരാരും കോൺടാക്റ്റ് ചെയ്യാതിരിക്കാനും അതോടൊപ്പം തന്നെ സ്വാധീനിക്കാതിരിക്കാനും ഈ കാര്യങ്ങൾ വെരിഫൈ ചെയ്ത ശേഷം അദ്ദേഹത്തിന് സ്വതന്ത്രമായിട്ട് ചിലപ്പം വിട്ടെന്ന് വരും, അല്ലെന്നുണ്ടെങ്കിൽ അറസ്റ്റിലേക്ക് പോകും. അങ്ങനെയുള്ള ഒരു കൃത്യമായ ഒരു ഒബ്സർവേഷൻ ഹൈക്കോടതി ജസ്റ്റിസ് കൗസർ എടപ്പാളത്ത് നടത്തിയത് വളരെയധികം പ്രാധാന്യത്തോടെ നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം തന്നെയാണ്.